എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, അതായത് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം എന്നൊരു ചാപ്റ്റർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്ന പല കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അപ്പൊ അതേ താല്പര്യത്തോടെ തന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക കേട്ടോ. അവിടെ എന്താണ്, ഒരു ഗാർഡന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. എന്താണ് ഈ കുട്ടി പറയുന്നത്? വാവ്, ദിസ് ഗാർഡൻ ഈസ് സോ ബ്യൂട്ടിഫുൾ അല്ലേ. ഈ പൂന്തോട്ടം എങ്ങനെയാണ്, എത്ര മനോഹരമാണെന്നാണ് പറയുന്നത്. എന്താണ്? വി സീ ഓൾ ദീസ് ഫ്ലവേഴ്സ് ഇൻ ദ സെയിം ലൈറ്റ്, സ്റ്റിൽ വൈ ഡു ദേ അപ്പിയർ ഇൻ ഡിഫറെന്റ് കളേഴ്സ്. നമുക്കറിയാം ഈ ഫ്ലവേഴ്സിനെല്ലാം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒരേ പ്രകാശത്തിലാണ്, സൺലൈറ്റിന്റെ പ്രകാശത്തിലാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടും അവ വ്യത്യസ്ത നിറത്തിലല്ലേ ഫ്ലവേഴ്സ് കാണുന്നത്, പല നിറത്തിൽ ഫ്ലവേഴ്സ് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസൺ എന്തായിരിക്കാം? നിങ്ങൾക്കും സംശയം ഉണ്ടായിരിക്കുമല്ലോ. നമുക്കറിയാം സൺലൈറ്റിലാണ് നമ്മളെല്ലാം കാണുന്നത് പകൽ സമയത്ത്. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം പല നിറത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസൺ എന്താന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഈ സംശയങ്ങളെല്ലാം മാറും കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ടുള്ളതാണ് റിഫ്രാക്ഷൻ അല്ലെ. റിഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ 9ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇത് ഹയർ ക്ലാസ്സുകളിലേക്ക് ആവശ്യമുള്ളതാണ്. 12th ഇതിനെ കുറിച്ച് റിഫ്രാക്ഷന്റെ ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ പഠിക്കാനിരിക്കുക. അതായത് ഇനി ഹയർ ക്ലാസ്സുകളിലേക്ക് വേണ്ടതാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പം റിഫ്രാക്ഷൻ നമുക്കറിയാം. എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു റേ ഓഫ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ഡീവിയേഷൻ, ആ റേക്ക് എന്താണ്, നേരെ പോകുന്ന റേ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം സംഭവിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ആ സർഫസ് ഓഫ് സെപ്പറേഷൻ, ആ മീഡിയം എവിടെയാണോ സെപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അതിനെയാണല്ലോ നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നോർക്കോ കേട്ടോ. പിന്നെ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം വൺ മീഡിയം ടു അനദർ. ഒബ്ലിക്ലി ആണ്, അത് ഓർക്കണം. നേരെ വന്ന് വീഴുവാണെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കോ? ഇല്ല. നേരെ ഇങ്ങനെ വന്ന് വീഴുവാണെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കോ? ഇല്ല, നേരെ അങ്ങ് പോകും. ഒബ്ലിക്ലി ചെരിഞ്ഞ് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ ഓഫ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ മീഡിയം അല്ലെ. അതിന്റെ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമായിരിക്കും. രണ്ട് ഡിഫറെന്റ് മീഡിയം ആണെങ്കിൽ, അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? റിഫ്രാക്ഷൻ എന്ന് പറയാം. ഈ റിഫ്രാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്ററിലെ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം റിഫ്രാക്ഷൻ എന്താന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് റേറർ മീഡിയം ടു ഡെൻസർ മീഡിയം, അപ്പോൾ ഡെൻസർ മീഡിയം ടു റേറർ മീഡിയം. റേറർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി കുറവ് അല്ലെ. ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിന് കേട്ടോ. ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിനാണ് നമ്മൾ റേറർ മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി കൂടുതൽ അല്ലെ. ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിനെ നമ്മൾ ഡെൻസർ മീഡിയം എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പം റേറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്കാണ് ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ ദാ ഇവിടെ നോർമൽ ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും. നേരെ പോകുന്ന റേ ഇങ്ങനെയാണ് പോകുന്നത്. അതിന് പോലെ എന്ത് സംഭവിക്കും? ബെൻഡ് ചെയ്യും. നമുക്കറിയാം മീഡിയം ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ബെൻഡ് ചെയ്യും. പക്ഷെ അതെങ്ങനെയാണ്? ടുവാർഡ്സ് നോർമൽ അല്ലെ. നോർമലിനോട് അടുത്താണ് വരുന്നത്. ഓർത്തിരിക്കോട്ടോ. റേറർ ടു ഡെൻസർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ടുവാർഡ്സ് നോർമലിനോട് അടുത്ത് വരും. പിന്നെ ഡെൻസർ ടു റേറർ, ഡെൻസിറ്റി കൂടുതലിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞതിലേക്ക് കേട്ടോ. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? എവേ ഫ്രം ദ നോർമൽ. ഈ 2 പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബാക്കി കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഡെൻസർ ടു റേറർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ടുവാർഡ്സ് നോർമൽ. ഓർത്തിരിക്കോട്ടെ, ടുവാർഡ്സ് നോർമൽ ആണ്. ഡെൻസർ ടു റേറർ ആണെന്നുണ്ടെങ്കിൽ എവേ ഫ്രം നോർമൽ അല്ലെ. എവേ ഫ്രം നോർമൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ. when light enters from an optically rarer medium to denser medium, it deviates towards a normal. Rarer to denser deviates towards a normal. Then when light enters from an optically denser medium to rarer medium, കേട്ടോ. പോയിന്റ് ഓർത്തിരിക്കുക കേട്ടോ. ഡെൻസർ മീഡിയത്തിൽ നിന്നും റേറർ മീഡിയത്തിലേക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ. ഓക്കെ ആണല്ലോ? അപ്പം ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം കേട്ടോ. നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസം ആണ്. റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസം, അതായത് ഗ്ലാസ് പ്രിസത്തിലൂടെയുള്ള അപവർത്തനം ഇല്ലേ. അപവർത്തനം നമ്മൾ എന്താന്ന് കണ്ടു. ഒരു ഗ്ലാസ് പ്രിസത്തിൽ കൂടെ എങ്ങനെയാണ് അപവർത്തനം നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, ഒരു പ്രിസം
പ്രിസമാണ്. പ്രിസത്തിന് രണ്ട് സൈഡ് ഉണ്ട്, എ ബിയും എ സിയും രണ്ട് സൈഡാണ്. താഴെ ഭാഗം ഉണ്ടല്ലോ, താഴെ ഭാഗത്തിന് നമ്മൾ പറഞ്ഞ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസ് ഭാഗം മിക്കപ്പോഴും റഫ് ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും കേട്ടോ. ഈ രണ്ട് സൈഡ് നല്ല നമുക്ക് ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഈ എ ബിയും എ സി എന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഈ ബി സി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും റഫ് ആയിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ ബേസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ലൈൻസ് ഇട്ടിരിക്കും, നമ്മൾ മനസ്സിലാക്കുക അത് ബേസ് ആണെന്നുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മളിവിടെ ഒരു ലേസർ ടോർച്ച്, ഇതൊരു ലേസർ ടോർച്ച് ആണ് കേട്ടോ. ലേസർ ടോർച്ച് ആണ്. ലേസർ ടോർച്ചിന്റെ പ്രത്യേകത എന്താണ്? ലേസർ ടോർച്ച് മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ലേസറിന്റെ സോഴ്സ് ലൈറ്റ് ഒക്കെ എങ്ങനെയാണ്, ഒരു പർട്ടിക്കുലർ കളറിലേ കാണത്തുള്ളൂ. ഒന്നുകിൽ റെഡ്, ബ്ലൂ, ഗ്രീൻ, ഓരോ പർട്ടിക്കുലർ കളറിലേ. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് മോണോക്രോമാറ്റിക് എന്ന് പറയും കേട്ടോ. ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ കേട്ടിരിക്കുക കേട്ടോ. മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒറ്റ സിംഗിൾ വേവ് ലെന്ത് അല്ലെങ്കിൽ സിംഗിൾ കളർ എന്ന് പറയാം. മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ സിംഗിൾ കളർ കേട്ടോ. സിംഗിൾ കളറിലുള്ള ഒരു ലൈറ്റ്, അതിനെയാണ് നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലേസറിൽ നിന്ന് എപ്പോഴും അങ്ങനെയുള്ള മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലേസർ ടോർച്ച് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ ലേസർ ടോർച്ച് നിന്നും ഈ പ്രിസത്തിന്റെ ഈ ഒരു സൈഡ്, ഏതാണ് ഈ ഒരു സൈഡ്? എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സൈഡിലേക്ക് ലൈറ്റ് വീഴുവാണ്. ക്ലിയർ ആയല്ലോ? ലൈറ്റ് വീണു. ഇവിടെ നോർമൽ, നേരെ ഇങ്ങനെ നോർമൽ ഉണ്ട്. വന്ന് വീണ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതേതാണ് മീഡിയം? എയർ ആണ്. എയർ നിന്ന് പറയുമ്പോൾ ഇതേതാണ്? ഗ്ലാസ് ആണ് അല്ലെ? എയർ നിന്നും ഗ്ലാസ്സിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്തു. അതായത് റെയറിൽ നിന്നും ഡെൻസറിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മൾ പഠിച്ചതാണ്, റെയറിൽ നിന്നും ഡെൻസറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് റേ ഓഫ് ലൈറ്റ് ടുവേഴ്സ് എ നോർമൽ, നോർമലിനോട് അടുത്ത് വരും. നമുക്കറിയാം ഈ റേ ഓഫ് ലൈറ്റ് ഇതാ ഇങ്ങനെ പോകേണ്ടതല്ലേ, ഇങ്ങനെ പോകേണ്ടതാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നോർമലിനോട് അടുത്ത് വന്നു, ഇങ്ങോട്ടല്ല വന്ന് നോർമലിനോട് അടുത്ത് വന്നു. ഇതാണ് റേ. ക്ലിയർ ആയാലും ആ റേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പേര് കൊടുക്കാം, പി ക്യു എന്ന് പറഞ്ഞിരിക്കുന്ന റേ. മനസ്സിലായല്ലോ? ഇനി ഈ പി ക്യു എന്ന് പറഞ്ഞിരിക്കുന്ന റേ ഇവിടെ വന്നിട്ട് ഈ ഒരു സൈഡ് പ്രിസത്തിന്റെ എ സി സൈഡിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ്? അത് പുറത്തോട്ട് പോകും. പുറത്തോട്ട് പോകുമ്പോൾ ഇത് ഗ്ലാസ് ആണ്, പുറത്തുനിന്ന് പറഞ്ഞിരിക്കുന്ന എയർ ആണ്. അപ്പൊ എന്താണ്? ഡെൻസറിൽ നിന്നും റെയറിലേക്ക് പോകും. അപ്പൊ അടുത്ത റേ ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പി ക്യു ആണ് ഇല്ലേ? ആ പി ക്യു എങ്ങോട്ട് പോകും? ക്യു ആർ എന്ന് പറഞ്ഞു, ക്യു ആർ ആയിട്ട് പോകും. അപ്പൊ നോക്കിയേ എങ്ങനെ പോകും നോക്കിയേ. ഇത് ഗ്ലാസ് ആണ്, ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് പോകുന്നു. അതായത് ഡെൻസിറ്റി കൂടിയ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് പോകുന്നു. ഈ റേ നോർമലി എങ്ങനെയാണ് പോകുന്നത്? ഈ രീതിയിലാണ് പോകേണ്ടത് ഇല്ലേ? നോർമൽ ഇവിടെയാണ്. അപ്പൊ എന്താണ്? നോർമലിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നല്ലേ? നോർമൽ ഇതാണ്, നോർമലിൽ നിന്നും അകന്നു പോകുന്നു. നമ്മൾ പറഞ്ഞില്ലേ എവേ ഫ്രം അല്ലെ? എവേ ഫ്രം നോർമൽ എന്ന് പഠിച്ചായിരുന്നു. ഡെൻസർ ടു റെയർ ആണെന്നുണ്ടെങ്കിൽ എവേ ഫ്രം നോർമൽ ആണ്, നോർമലിൽ നിന്നും അകന്നു പോകുന്നു. അപ്പൊ അതാണ് ഈ ക്യു ആർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ലേസർ ലൈറ്റിൽ നിന്നും ലേസർ ടോർച്ചിൽ നിന്നും റേ വന്ന് വീണു. അതെന്ത് സംഭവിക്കുന്നു? റെയർ ടു ഡെൻസർ ആണ്. അപ്പൊ ഇങ്ങനെ ടുവാർഡ്സ് നോർമൽ. പിന്നെ അടുത്ത റേ എങ്ങനെയാണ്? അതിങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ പോയി. പിന്നെ അടുത്ത റേ എങ്ങനെയാണ്? ഡെൻസറിൽ നിന്നും റെയറിലേക്ക് പോകുമ്പോൾ ഇതാണ് എവേ ഫ്രം ദ നോർമൽ. ക്ലിയർ ആയല്ലോ? ഇവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഡീവിയേഷൻ സംഭവിക്കാൻ കാരണം എന്താണ്? റിഫ്രാക്ഷൻ ആണ്, നമുക്കറിയാം ഇല്ലേ? റിഫ്രാക്ഷൻ കാരണം ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഇനി ഈ പ്രിസത്തിന്റെ ഏതൊക്കെ പ്രതലത്തിൽ വെച്ചാണ് ഈ പ്രകാശരശ്മിക്ക് ഡീവിയേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ വ്യതിയാനം സംഭവിച്ചത്? ഈ ഇവിടെ വന്ന് വീഴുന്നുണ്ട്. ഈ ഒരു ഫേസിൽ, എ ബി എന്ന് പറഞ്ഞ ഒരു ഫേസിൽ വെച്ച് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത റേക്ക് എങ്ങനെയാണ്? ഈ എ സി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫേസിൽ വെച്ചിട്ട് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ തന്നെ എയറിൽ നിന്നും പ്രസത്തിലേക്ക് കയറുക. അതായത് ഇവിടുന്ന് പ്രസത്തിലേക്ക് കയറുന്നു. അപ്പം ഈ പ്രകാശരശ്മി ഈ പ്രസത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് വ്യതിയാനം സംഭവിക്കുന്നത് നോക്കിയേ. അതായത് ഈ റേ ഇവിടെ വന്ന് വീണു. ഈ റേ ഇവിടെ വന്ന് വീണിട്ട് ഈ ഗ്ലാസ്സിലേക്ക് വന്ന് വീഴുവാണല്ലോ ചെയ്യുന്നത്. അപ്പം ഈ പ്രിസത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്? ഇങ്ങനെ നേരെ പോകണ്ടല്ലേ? നേരെ പോകണ്ട എങ്ങനെയാണ്? ഈ ബേസിനോട് അല്ലെ? ബേസിന്റെ ഭാഗത്തേക്കല്ലേ ഡീവിയേഷൻ സംഭവിച്ചത്? ഈ പി ക്യു എന്ന് പറഞ്ഞിരിക്കുന്ന റേ. അതുപോലെ തന്നെ അടുത്ത ഫേസിലും വന്നപ്പോ ഇതാണല്ലോ അവിടുത്തെ റിഫ്രാക്റ്റർ റേ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യു ആർ ഇല്ലേ? ആ ക്യു ആർ എങ്ങോട്ടാണ് ഡീവിയേഷൻ സംഭവിച്ചത്? അതിന്റെ പ്രസത്തിന്റെ ബേസിലേക്കല്ലേ ഡീവിയേഷൻ സംഭവിച്ചത്. ക്ലിയർ ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ പ്രസമാണ്. ഇപ്പൊ പ്രസത്തിലേക്ക് കടക്കുമ്പോഴും ഒരു റേ പ്രസത്തിലേക്ക് കടക്കുമ്പോഴും അതുപോലെ തന്നെ പ്രസത്തിൽ നിന്ന് പുറത്തോട്ട് പോവാം അല്ലെ? പുറത്തോട്ട് പോകുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം ആ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് അത് എങ്ങോട്ടാണ് വരുന്നത്? പ്രിസത്തിന്റെ ബേസിലേക്കാണ് എല്ലാ റേസും വരുന്നത്. ആദ്യത്തെ റേ വരുന്നത് എങ്ങനെയാണ്? നേരെ പോകേണ്ടത് ഇങ്ങോട്ട് വന്നു, അതായത് പ്രിസത്തിന്റെ ബേസ് ഭാഗത്തേക്ക്.
രണ്ടാമത്തെ റേ എങ്ങനെയാണ്? നേരെ പോകേണ്ടതിന് പകരം ഇങ്ങോട്ട് വന്നു. അതും എങ്ങനെയാണ്? പ്രിസത്തിന്റെ ബേസിലേക്കാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഒരു റേ ഓഫ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് എന്ത് സംഭവിക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ, അതായത് ഡീവിയേഷൻ. ഇല്ലേ? ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റിഫ്രാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ആ ഡീവിയേഷൻ എപ്പോഴും എങ്ങനെയാണ്? ടുവാർഡ്സ് ദ ബേസ് ഓഫ് ദ പ്രിസം. പ്രിസത്തിന്റെ ബേസ് ഭാഗത്തേക്കായിരിക്കും അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസുകളുണ്ട്. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും കൊണ്ട് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡീവിയേഷൻ? ലൈറ്റിന് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രകാശത്തിന്റെ ദിശാവ്യതിയാനത്തിന് കാരണം എന്താണ്? റിഫ്രാക്ഷൻ. നമ്മൾ പഠിച്ചതാണ് അല്ലേ? റിഫ്രാക്ഷൻ മൂലമാണ്, അതായത് അപവർത്തനം. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപവർത്തനം അല്ലേ? അപവർത്തനം മൂലമാണ് അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഐഡന്റിഫൈ ദ ഫേസസ് ഓൺ വിച്ച് ദ ലൈറ്റ് റേ അണ്ടർഗോസ് ഡീവിയേഷൻ. അതായത് ഈ പ്രകാശരശ്മിക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പം ഏതൊക്കെ പ്രതലങ്ങളിൽ വെച്ചാണ് ഡീവിയേഷൻ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഏതൊക്കെ പ്രതലത്തിൽ വെച്ചാണ്? പ്രിസത്തിന്റെ ഇവിടെ വെച്ച് ഇങ്ങനെ വരുന്ന റേ ആണ്. ഏത് ഫേസിൽ വെച്ചിട്ട്? AB എന്ന് പറഞ്ഞിരിക്കുന്ന ഫേസിൽ വെച്ച് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ദെൻ അടുത്ത റേ PQ ആണ്. PQ എന്താണ്? നേരെ പോകുന്നതിന് വരെ ഇങ്ങോട്ട് പോയി ഇല്ലേ? അത് ഏത് ഫേസിൽ വെച്ചിട്ടാണ്? AC. ABയിലും AC-യിലും വെച്ചിട്ടാണ് അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി towards which part of the prism does the light ray deviate when it enters into the prism from air? എന്താണ്? വായുവിൽ നിന്നും പ്രിസത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശരശ്മിക്ക് പ്രിസത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് വ്യതിയാനം സംഭവിച്ചത്? വായുവിൽ നിന്ന് പ്രിസത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശരശ്മി ഏതാണ്? PQ ആണ്. അതിന് ഏത് ഭാഗത്തേക്കാണ് ഡീവിയേഷൻ സംഭവിച്ചത്? പ്രിസത്തിന്റെ ഏത് ഭാഗത്തേക്കാണ്? ബേസിലേക്ക് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ടുവാർഡ്സ് അല്ലേ? ടുവാർഡ്സ് ബേസ് എന്ന് പറയാം അല്ലേ? ബേസിന്റെ ഭാഗത്തേക്കാണ് ഡീവിയേഷൻ സംഭവിച്ചത്. മനസ്സിലായല്ലോ? ഇനി വാട്ട് അബൌട്ട് വെൻ ദ ലൈറ്റ് റേ പാസസ് ഫ്രം ദ പ്രിസം ടു എയർ? ഈ ലൈറ്റ് റേ പ്രിസത്തിൽ നിന്നും വായുവിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഡീവിയേഷൻ സംഭവിച്ചത്? അതും എങ്ങനെയാണ്? ബേസിന്റെ ഭാഗത്തേക്കല്ലേ? അപ്പൊ അത് നമുക്ക് എന്ത് പറയാം? ടുവാർഡ്സ് ബേസ് എന്ന് പറയാം. ടുവാർഡ്സ് ബേസ്. ക്ലിയർ ആയല്ലോ? നമുക്ക് എന്ത് പറയാം? ഒരു റേ ഓഫ് ലൈറ്റ് പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അല്ലെ? എന്താണ്? ഇത് സംഭവിക്കുന്നുണ്ട്. പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പ്രിസത്തിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴും എന്താണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇല്ല? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ആ റിഫ്രാക്ഷൻ കാരണം എന്താണ്? പ്രിസത്തിന്റെ ബേസ് അല്ലെങ്കിൽ പാദഭാഗത്തേക്കായിരിക്കും അവിടെ വ്യതിയാനം സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യങ്ങള്? ഈ പറഞ്ഞ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, when light ray enters and leaves prism, കണ്ടില്ലേ? പ്രിസത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു, അവിടുന്ന് പ്രിസത്തിൽ നിന്നും പോകുന്നു. It deviates towards the base of the prism due to refraction. റിഫ്രാക്ഷൻ മൂലം അത് എങ്ങോട്ടാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്? towards the base of the prism. പ്രിസത്തിന്റെ ബേസിലേക്കായിരിക്കും. മനസ്സിലായല്ലോ? നോക്കിയേ, പ്രിസത്തിലേക്ക് കടക്കുമ്പോഴും പ്രിസത്തിൽ നിന്ന് ബഹിർഗമിക്കുമ്പോഴും അപവർത്തനം കാരണം പ്രകാശരശ്മിക്ക് പ്രിസത്തിന്റെ പാദഭാഗം അല്ലെങ്കിൽ ബേസ് ഭാഗത്തേക്കാണ് വ്യതിയാനം സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഈ പറഞ്ഞ കാര്യങ്ങള്? ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രകാശ പ്രകീർണം അല്ലെങ്കിൽ ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്. നമുക്ക് നോക്കാം. നമ്മൾ ഇത്ര നേരം എന്താണ് കണ്ടത്? ഒരു ലേസർ ടോർച്ച് പ്രിസത്തിലേക്ക് അടിക്കുന്ന കാര്യമാണല്ലോ നമ്മൾ കുറച്ച് മുന്നേ കണ്ടത് അല്ലെ? ഒരു ലേസർ ടോർച്ച് പ്രിസത്തിലേക്ക് അടിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലേസർ ടോർച്ചിന് പകരം ഒരു സൺലൈറ്റ് ഉണ്ടല്ലോ. സൺലൈറ്റ് ചെറിയൊരു വിടവിലൂടെ ഈ പ്രിസത്തിലേക്ക് നമ്മൾ വീഴിക്കുവാണ്. മനസ്സിലായല്ലോ? സൺലൈറ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ, ഒരു സ്ലിറ്റിൽ കൂടെ നമ്മൾ ഈ പ്രിസത്തിലേക്ക് വീഴിച്ചു. ക്ലിയർ ആയല്ലോ? എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ റിഫ്രാക്ഷൻ നടക്കും. നേരെ പോകുന്ന റേ എങ്ങനെയാണ്? റിഫ്രാക്ഷൻ നടക്കും. പക്ഷെ ഇവിടെ നോക്കി, റിഫ്രാക്ഷൻ നടക്കുന്നത് ഒറ്റ രീതിയിലാണോ റിഫ്രാക്ഷൻ നടന്നത്? അല്ലെങ്കിൽ ഒറ്റ റേ ഓഫ് ലൈറ്റ് ആണോ ഇവിടെ വരുന്നത്? ഇല്ല. നമ്മൾ ലേസർ ടോർച്ച് ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താണ് പ്രത്യേകത? അവിടെ ഒരു സിംഗിൾ കളറാണ് ലേസർ ടോർച്ച് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, സൺലൈറ്റ് നമ്മൾ വിട്ടു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? സൺലൈറ്റ് ഈ ഒരു പോയിന്റിൽ അല്ലെ? അത് പ്രിസത്തിലേക്ക് കിടക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ വെച്ച് എന്ത് സംഭവിച്ചു? ഈ സൺലൈറ്റ് അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു നേരെ പോകേണ്ട എങ്ങനെയാണ്? ഒരു റേ ഓഫ് ലൈറ്റ് എങ്ങോട്ട് പോയി? ഇവിടെ വന്നു അല്ലെ? ഇവിടെ വന്നു. അതും ബേസിന്റെ ഭാഗത്തേക്ക് തന്നെയാണ്. മറ്റൊരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വന്നു. എന്നിട്ട് നമ്മളൊരു സ്ക്രീൻ ഇവിടെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കുറെ കളേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത്
വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള കുറച്ച് കളേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? വയലറ്റ് തൊട്ട് റെഡ് എന്ന് പറഞ്ഞാല് വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ കേട്ടോ, ബ്ലൂ, ഗ്രീന്, മനസ്സിലായല്ലോ? ഗ്രീന്, പിന്നെ യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇത്രയും കളേഴ്സ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. എന്ത് ഉപയോഗിച്ചപ്പോ? സൺലൈറ്റ് ഇവിടെ വെച്ചപ്പോ. ക്ലിയർ ആയല്ലോ? അതായത് സൺലൈറ്റ് വന്ന് വീണപ്പോ അതായത് വിവിധ വർണ്ണങ്ങളായിട്ട് അത് വേർതിരിയുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കിയേ, വേർതിരിഞ്ഞെന്ന് മനസ്സിലാവും. അപ്പൊ ഏതൊക്കെ കളേഴ്സ് വന്നു? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതായത് നമ്മൾ ഇതിനെ പറഞ്ഞ വിബ്ജിയോർ എന്നാണ് വായിക്കുന്നത് കേട്ടോ. വിബ്ജിയോർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഏറ്റവും താഴ്ഭാഗത്ത് വയലറ്റും ആയിരിക്കും, മുകൾ ഭാഗത്ത് റെഡും ആയിരിക്കും. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ബാക്കി ഈ കളേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. ഏറ്റവും മുകൾ ഭാഗത്ത് റെഡും ആയിരിക്കും, താഴെ ഭാഗത്ത് വയലറ്റും ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ ഈ സൺലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റിനെ നമ്മൾ പറയുന്നത് വൈറ്റ് ലൈറ്റ് എന്ന് പറയും കേട്ടോ. വൈറ്റ് ലൈറ്റ്, സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ്. വൈറ്റ് ലൈറ്റ് ഇവിടെ എന്താണ്? വിവിധ ഘടകവർണ്ണങ്ങളായിട്ട് അവിടെ എന്താണ് വേർതിരിയുമായിട്ട് ചെയ്യുന്നത്. അല്ല, അപ്പം വൈറ്റ് ലൈറ്റിലെ ഘടകവർണ്ണങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് അത് വരുന്നത്. വയലറ്റ് തൊട്ട് റെഡ് വരെ ഒരു പ്രത്യേക രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് വരും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പെക്ട്രം എന്ന് പറയും കേട്ടോ. സ്പെക്ട്രം പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കും. സ്പെക്ട്രം അല്ലെങ്കിൽ വർണ്ണരാജി എന്നൊക്കെ മലയാളത്തിൽ പറയും കേട്ടോ. സ്പെക്ട്രം അല്ലെങ്കിൽ വർണ്ണരാജി, അതായിരിക്കും നമുക്കൊരു സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ലേസർ ടോർച്ച് ആയിരുന്നെങ്കിൽ ഒറ്റൊരു അതിന്റെ ലേസർ ടോർച്ച് തന്നെ ലേസർ ടോർച്ച് കളർ ഉണ്ടല്ലോ, അത് മാത്രമായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേസമയം വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ വെച്ചിട്ട് സെപ്പറേഷൻ സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വിവിധ തരം വർണ്ണങ്ങളായിട്ടത് നമുക്കിവിടെ സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? വർണ്ണങ്ങൾ, വിവിധ തരത്തിലുള്ള വർണ്ണങ്ങളെ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള വർണ്ണങ്ങളുടെ അത് പർട്ടിക്കുലർ രീതിയിലാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അങ്ങനെയാണ് ഇത് കാണുന്നത് കേട്ടോ. അല്ലാതെ മിക്സ് ചെയ്ത് കാണൂല. ഈ ഒരു ഓർഡറിലാണ് കാണുന്നത് കേട്ടോ. അപ്പം ആ ഒരു ഓർഡറിനെ നമ്മൾ എന്താണ് പറയുന്നത്? സ്പെക്ട്രം അല്ലെങ്കിൽ വർണ്ണരാജി എന്ന് പറയും. മനസ്സിലായല്ലോ? അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടില്ലേ, ഇതാണ് വയലറ്റ്, ദെൻ ഇൻഡിഗോ, ദെൻ ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഒരു രീതിയിലായിരിക്കും കാണുന്നത് കേട്ടോ. കമ്പോണന്റ് കളേഴ്സ് ഇൻ ദ ഓർഡർ എങ്ങനെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. അതിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വിബ്ജിയോർ എന്ന് പറയും കേട്ടോ. അപ്പം ഈ ഒരു ഓർഡർ ആയിട്ടുള്ള അറേഞ്ച്മെന്റിനെ നമുക്ക് എന്ത് പറയാം? സ്പെക്ട്രം എന്ന് പറയാം. അപ്പൊ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ധവളപ്രകാശം ഉണ്ടല്ലോ, അതിലെ ഘടകവർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ നമ്മൾ വർണ്ണരാജി അല്ലെങ്കിൽ സ്പെക്ട്രം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെ ഒരു സ്പെക്ട്രം രീതിയിലുള്ള ഒരു കളേഴ്സ് ആയിരിക്കും നമുക്കിവിടെ സ്ക്രീനിൽ കിട്ടുന്നത്. പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടില്ലേ? പ്രസം കണ്ടോ? പ്രസത്തിലൂടെ ഇതെന്താണ് കടന്നു പോകുന്നത്? ഇവിടെ നമ്മൾ വിടുന്നത് എന്താണ്? സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് കേട്ടോ. വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് നമ്മളൊരു ലേസർ ടോർച്ച് ഉപയോഗിച്ച് ഒറ്റ ലൈനോട് വരത്തുള്ളൂ. അതേസമയം സൺലൈറ്റ് നമ്മളിവിടെ വിടുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും കാണുന്നത്. കണ്ടില്ലേ? ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് പോകുമ്പോൾ സ്ക്രീനിൽ വെക്കുവാണെങ്കിൽ ആ സ്ക്രീനിൽ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കളേഴ്സ് കാണുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ പ്രസത്തിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നു. ഇതിനെ നമ്മളൊരു പേര് പറയും. ഈ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ കേട്ടോ. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയും. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ അതിന്റെ മലയാളത്തിൽ പറയുന്നത് പ്രകാശ പ്രകീർണനം എന്നും പറയും കേട്ടോ. പ്രകാശ പ്രകീർണനം. അതായത് ഒരു വൈറ്റ് ലൈറ്റ് അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ, വേർതിരിയുന്ന പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശ പ്രകീർണനം. ഓക്കെ ആണല്ലോ? അപ്പൊ ചിത്രത്തിൽ നോക്കിയേ, ഇവിടെ ദിശാവ്യതിയാനം സംഭവിക്കാൻ കാരണം എന്താണ്? റിഫ്രാക്ഷൻ കാരണമാണ് നമ്മൾ പഠിച്ചു. പക്ഷെ ഈ ഡീവിയേഷൻ ഇവിടെ നോക്കിയേ, എല്ലാ കളറിനും ഒരുപോലെയാണ് ഇവിടെ ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ വയലറ്റ് ആണ്, ഇവിടെ റെഡും ആണ്. ഇല്ല, അതിന്റെ ഇടയിലാണ് ബാക്കി കളേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരേ രീതിയിലാണ് ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നത്? അല്ലല്ലോ. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. ഇപ്പൊ ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നത് ഒരേ രീതിയിലല്ല. ഡീവിയേഷൻ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വ്യത്യസ്തമായ രീതിയിലാണ്. ചിലതിന് ഡീവിയേഷൻ കൂടുതലാണ്, ചിലതിന് ഡീവിയേഷൻ കുറവാണ്. ഇല്ല, ഇവിടെ നോക്കിയേ, വയലറ്റിന് ഇവിടെ എങ്ങനെയാണ്? കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചില്ലേ? നോക്കിയേ, ഇതെങ്ങനെയാണ്? നേരെ പോകേണ്ട റേയല്ലായിരുന്നു, ഇതിങ്ങനെ നേരെ പോകേണ്ടതായിരുന്നു. അപ്പൊ വയലറ്റിനാണ് ഇവിടെ കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചു. കുറവ് ഡീവിയേഷൻ ഏതാണ്? റെഡിനാണ് സംഭവിച്ചിരിക്കുന്നത്.
മനസ്സിലായല്ലോ? അപ്പൊ ഡീവിയേഷൻ ഇല്ലേ, ഡീവിയേഷൻ ഇവിടെ കൂടുതൽ സംഭവിച്ചിരിക്കുന്ന ആർക്കാണ്? കൂടുതൽ മോർ എന്നാണ് കേട്ടോ. ആർക്കാണ് ഡീവിയേഷൻ കൂടുതൽ സംഭവിച്ചത്? വയലറ്റിനാണ്. ഈ ഡീവിയേഷൻ ഇവിടെ കുറവ് സംഭവിച്ചിരിക്കുന്നത്, ഡീവിയേഷൻ കുറവ് സംഭവിച്ചിരിക്കുന്ന ആർക്കാണ്? റെഡിനാണ്. അങ്ങനെ ബാക്കിയുള്ള കളേഴ്സ് അതനുസരിച്ച് വയലറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഡീവിയേഷൻ ഉള്ളത് ഇൻഡിഗോ ബ്ലൂ, അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ ആ ഡീവിയേഷൻ സംഭവിക്കാൻ കാരണം എന്താണ്? എല്ലാ കളറിനും വ്യത്യസ്ത രീതിയിലാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത് പറഞ്ഞു. ആ ഡീവിയേഷനുള്ള കാരണം എന്താണെന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. മനസ്സിലായല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടെ നമുക്ക് ആൻസർ ചെയ്ത് പോകാം കേട്ടോ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ഡീവിയേഷൻ ഓഫ് ദ ലൈറ്റ് റേ? എന്താണ് ഡീവിയേഷൻ? വെൻ ലൈറ്റ് റേ പാസസ് ത്രൂ എ പ്രിസം ഇറ്റ് ഡീവിയേറ്റ്സ് അറ്റ് ദ ടു ഫേസസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കാനുള്ള കാരണം എന്താണ്? പ്രകാശരശ്മി പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനം കാരണമാണ് രണ്ടു വശങ്ങളിലും ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ആ ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്, അതിന് ഡീവിയേഷൻ കൂടുതൽ ആർക്കാണ്? റെഡിന് ഡീവിയേഷൻ കുറവാണ്, വയലറ്റിന് ഡീവിയേഷൻ കൂടുതലാന്ന് പറഞ്ഞു. അങ്ങനെ ഡീവിയേഷൻ വ്യത്യാസം വരാനുള്ള കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ കളറിനും ഓരോ വേവ് ലെങ്ത് ആണ്. ഡിഫറൻസ് ഇൻ ദ വേവ് ലെങ്ത് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് എന്ന് പറയാം. അതായത് ഓരോ കളറിനും ഓരോ വേവ് ലെങ്ത് ആണ്. ആ വേവ് ലെങ്തിലുള്ള വ്യത്യാസം മൂലമാണ് ഡീവിയേഷൻ സംഭവിക്കാൻ കാരണം. അതായത് ഡീവിയേഷനിലുള്ള വ്യത്യാസം സംഭവിക്കാൻ കാരണം. മനസ്സിലായോ? ഇതാ ഇവിടെ നോക്കിയോ, ഓരോ കളറിന്റെയും വേവ് ലെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേവ് ലെങ്ത് അല്ലെ, തരംഗദൈർഘ്യം നമ്മൾ പഠിച്ചതല്ലേ. വയലറ്റിന്റെ വേവ് ലെങ്ത് റേഞ്ച് ഉണ്ട് കേട്ടോ, 380 to 440 ആണ്. ഇൻഡിഗോ ഇച്ചിരി കൂടുതലാണ് വേവ് ലെങ്ത്, 440 to 460 വരും. ബ്ലൂ നോക്കിയേ, 460 to 500 ആണ്. ഗ്രീൻ 500 to 570, 570 to 590, 590 to 620, 620 to 750. അപ്പൊ ഏറ്റവും കുറവ് വേവ് ലെങ്ത് കേട്ടോ, വേവ് ലെങ്ത് ലാംഡ നമ്മൾ പഠിച്ചില്ലേ. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആർക്കാണ്? വയലറ്റിനാണ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കാണ്? റെഡിനാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പം ആ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യത്തിലുള്ള വ്യത്യാസം മൂലമാണ് ഓരോ കളറിനും ഓരോ തരത്തിലുള്ള ഡീവിയേഷൻ, അല്ലെങ്കിൽ റെഡിന് ഡീവിയേഷൻ കുറവാണ്, വയലറ്റിന് ഡീവിയേഷൻ കൂടുതലാണ് നമ്മൾ പറഞ്ഞു. അതിന്റെ റീസൺ എന്താണ്? ഡിഫറൻസ് ഇൻ ദ വേവ് ലെങ്ത്. ഇവിടെ നോക്കിയേ, വയലറ്റിന് അല്ലെ, വയലറ്റിന് എങ്ങനെയാണ് ഡീവിയേഷൻ ഇല്ലെ, ഡീവിയേഷൻ എങ്ങനെയാണ്? കൂടുതലാണ് അല്ലെ, ഡീവിയേഷൻ കൂടുതലാണ്. പക്ഷെ അതിനെന്താണ്? വേവ് ലെങ്ത് അവിടെ കുറവാണ് അല്ലെ. ഡീവിയേഷൻ കൂടാൻ കാരണം എന്താണ്? വേവ് ലെങ്ത് കുറവാണ്. ശരിയല്ലേ? റെഡിന്റെ കേസ് നോക്കിയേ, റെഡിന് എങ്ങനെയാണ് ഡീവിയേഷൻ? റെഡിന് ഡീവിയേഷൻ കുറവാണ്, പക്ഷെ വേവ് ലെങ്ത് എങ്ങനെയാണ്? കൂടുതലാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡീവിയേഷനും വേവ് ലെങ്തും എങ്ങനെയാന്ന് പറയാം? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആന്ന് പറയാലോ ഇല്ലെ. ഡീവിയേഷൻ മനസ്സിലാവുന്നുണ്ടാ പറഞ്ഞത്? ഡീവിയേഷനും അതുപോലെ തന്നെ വേവ് ലെങ്തും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആന്ന് പറയാം അല്ലെ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആന്ന് പറയാം, 1/, വേവ് ലെങ്ത് എന്നൊക്കെ പറയാം. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഡീവിയേഷൻ കൂടുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ വേവ് ലെങ്ത് കുറവായിരിക്കും. അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞതിന് ഡീവിയേഷൻ കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ്? വേവ് ലെങ്ത് കുറഞ്ഞതിന് ഡീവിയേഷൻ അവിടെ കൂടുതലായിരിക്കാം, വേവ് ലെങ്ത് കൂടുതലുള്ളതിന് ഡീവിയേഷൻ അവിടെ കുറവായിരിക്കാം. ശരിയല്ലേ? വേവ് ലെങ്ത് കുറഞ്ഞ ഏതാണ്? വയലറ്റിനാണ് അല്ലെ. വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, പക്ഷെ അതിന്റെ ഡീവിയേഷൻ എങ്ങനെയാണ്? കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? വേവ് ലെങ്ത് കൂടിയത് ഏതാണ്? റെഡിനാണ്. റെഡിനോട് ഡീവിയേഷൻ എങ്ങനെയാണ്? കുറവാണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡീവിയേഷനും വേവ് ലെങ്ത് ദിശാവ്യതിയാനവും അതുപോലെ തന്നെ തരംഗദൈർഘ്യവും. അപ്പൊ ആ വ്യത്യാസം, വേവ് ലെങ്തിലുള്ള വ്യത്യാസം കാരണമാണ് എന്താണ് അവിടെ ഡീവിയേഷനുള്ള വ്യത്യാസം വരാൻ കാരണം. ബാക്കിയുള്ള വേവ് ലെങ്ത് ഉണ്ട്, അപ്പൊ അതനുസരിച്ചിട്ടാണ് ബാക്കിയെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻസ് നോക്കിയേ. വിച്ച് കളർ ഓഫ് ലൈറ്റ് ഹാസ് എ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഏതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് വയലറ്റ് ഇല്ലേ. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് വയലറ്റ് ആണ്. വിച്ച് ഹാസ് എ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആർക്കാണ്? റെഡിനാണ് അല്ലെ. വിച്ച് കളർ ഡീവിയേറ്റ്സ് മോസ്റ്റ് ആസ് ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം? പ്രിസത്തിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഏത് കളറിനാണ് കൂടുതൽ മോസ്റ്റ് ഡീവിയേഷൻ സംഭവിക്കുന്നത്? ഏത് കളറിനാണ് കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്? വയലറ്റിനാണ് മോസ്റ്റ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. വിച്ച് ഹാസ് എ ലീസ്റ്റ് ഡീവിയേഷൻ കുറവ് ഏതിനാണ്? റെഡിനാണ് ഇല്ലേ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ ദ ഡീവിയേഷൻ ഓഫ് കളേഴ്സ്? എന്തായിരിക്കാം റീസൺ? വർണ്ണങ്ങളുടെ ദിശാവ്യതിയാനം വ്യത്യസ്തമായിരിക്കാൻ കാരണം എന്തായിരിക്കാം? എന്താണ്? ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് എന്ന് പറയാം. വേവ് ലെങ്തിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഡിഫറൻസ് അല്ലെ, ഡിഫറൻസ് ഇൻ വേവ് ലെങ്തിലുള്ള വ്യത്യാസം കാരണമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? വർണ്ണങ്ങൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നതിനുള്ള കാരണം. മനസ്സിലാണല്ലോ? അല്ലെങ്കിൽ ദിശാവ്യതിയാനത്തിലുള്ള വ്യത്യാസം വരാൻ കാരണം എന്നാണ്?
ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്. മനസ്സിലായല്ലോ? അപ്പൊ റിലേഷൻ എങ്ങനെ പറയാം? വേവ് ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ എങ്ങനെയാണ്? കുറവാണ്. വേവ് ലെങ്ത് കുറയുവാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ എങ്ങനെയാണ്? കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. നോക്കിയാ ക്വസ്റ്റ്യൻ കണ്ടോ? ഹൗ ഡസ് ദ ഡീവിയേഷൻ ഓഫ് കളേഴ്സ് ചേഞ്ച് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ വേവ് ലെങ്ത് ആസ് ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം? പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ തരംഗദൈർഘ്യം കൂടി വരുന്നതനുസരിച്ചിട്ട് വർണ്ണങ്ങൾക്കുള്ള വ്യതിയാനം എപ്രകാരമാണ് സംഭവിക്കുന്നത്? തരംഗദൈർഘ്യം കൂടുവാണ്, തരംഗദൈർഘ്യം വേവ് ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ വർണ്ണങ്ങളുടെ വ്യതിയാനം എങ്ങനെയായിരിക്കും? ഡീവിയേഷൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലെ? വേവ് ലെങ്ത് കൂടുമ്പോൾ ഡീവിയേഷൻ എങ്ങനെയായിരിക്കും? വേവ് ലെങ്ത് റെഡിനാണ് കൂടുതൽ അല്ലേ? റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. വേവ് ലെങ്ത് റെഡിന് കൂടുതലാണ്. ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുതലാണ്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഡീവിയേഷൻ അവിടെ കുറവായിരിക്കും അല്ലെ? വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീവിയേഷൻ അവിടെ കൂടുതലായിരിക്കും. അപ്പം വേവ് ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ കുറവായിരിക്കും. വേവ് ലെങ്ത് കുറയുവാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ കൂടുതലായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. വേവ് ലെങ്തും ഡീവിയേഷനും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. വേവ് ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ കുറവായിരിക്കും. ഇത് 2 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. മനസ്സിലാവുന്നല്ലോ? അപ്പം അതനുസരിച്ച് ഡീവിയേഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം നമ്മൾ ഏതൊക്കെ ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം? ഏതൊക്കെയാണ്? ഒന്ന് വേവ് ലെങ്തിനെ അല്ലെ? വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം അല്ലെ? ഡീവിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വേവ് ലെങ്ത് അനുസരിച്ച് വ്യത്യാസപ്പെടും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഇത് ഗ്ലാസ് അല്ലേ? ഈ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പഠിച്ചതല്ലേ കഴിഞ്ഞ വർഷം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇപ്പൊ ഏതാണോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്, ഇപ്പം പലതരത്തിലുള്ള ഗ്ലാസുകളുണ്ട്. അപ്പൊ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനും അവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവിടെ ഉണ്ടാകുന്ന വ്യതിയാനം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നമുക്ക് എന്ത് പറയാം? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഡീവിയേഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്? പ്രകാശരശ്മിക്ക് ഉണ്ടാകുന്ന വ്യതിയാനം ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ വേവ് ലെങ്ത് ഓഫ് ദി കളർ ഓഫ് ലൈറ്റ്, അതായത് പ്രകാശവർണ്ണത്തിന്റെ തരംഗദൈർഘ്യം. ഓരോ കളേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡീവിയേഷൻ മനസ്സിലായി? അപ്പൊ ഡീവിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എഴുതിയിരിക്കുന്ന ഡീവിയേഷൻ ആണ് കേട്ടോ. വേവ് ലെങ്ത് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. മനസ്സിലായല്ലോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. When light passes through a glass prism, it undergoes refraction at the 2 refracting faces of the prism. ശരിയല്ലേ? The extent of deviation, എന്തുമാത്രമാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്? അത് ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. റെഡ് ഡീവിയേറ്റ്സ് ദ ലീസ്റ്റ്. റെഡിന് ഡീവിയേഷൻ കുറവാണെങ്കിൽ ബിക്കോസ് ഇറ്റ് ഹാസ് ലോങ്ങർ വേവ് ലെങ്ത്. വാട്ട് അബൌട്ട് വയലറ്റ്? വയലറ്റ് എങ്ങനെയാണ്? വിച്ച് ഹാസ് എ ഷോർട്ടർ വേവ് ലെങ്ത്. വയലറ്റിന് എങ്ങനെയാണ്? വയലറ്റിന് വേവ് ലെങ്ത് കുറവായതുകൊണ്ട് എന്താണ്? ഡീവിയേഷൻ കൂടുതലായിരിക്കും. പ്രത്യേകം ഓർത്തിരിക്കും കേട്ടോ. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് ഡീവിയേഷൻ എങ്ങനെയാണ്? കുറവായിരിക്കും. വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് ഡീവിയേഷൻ കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ബാക്കി കളേഴ്സ് അതിനിടയിൽ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? റെഡിനാണ് നമ്മൾ കണ്ടില്ലെന്നോ, റെഡിനാണ് കൂടുതൽ വേവ് ലെങ്ത്, അതുകൊണ്ട് ഡീവിയേഷൻ കുറവാണ്. പിന്നെ ഇച്ചിരി ഡീവിയേഷൻ അടുത്ത കളറിന് വരും, ഓറഞ്ചിന് വരും, അടുത്ത കളറിന് പിന്നെ ഇച്ചിരി ഡീവിയേഷൻ വരും. മനസ്സിലാവുന്നു? അപ്പൊ അങ്ങനെ കൂടിയാണ് വരുന്നത് ഡീവിയേഷന്റെ തോത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? The wavelength of other colors lie in between red and violet. രണ്ട് റെഡും വയലറ്റ് ഉണ്ട്, അതിന്റെ ഇടയിലായിരിക്കും മറ്റു കളേഴ്സിന്റെ വേവ് ലെങ്ത്. Hence the deviation occurs proportionally and is arranged between red and violet. അത് പ്രൊപ്പോർഷണലി അറേഞ്ച് ചെയ്തിരിക്കും, അതുകൊണ്ട് റെഡിന്റെയും വയലറ്റിന്റെ ഇടയിലായിരിക്കും മറ്റ് കളേഴ്സുകൾ വരുന്നത്. മനസ്സിലായല്ലോ? പ്രകാശം ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിസത്തിന്റെ 2 അപവർത്തന പ്രതലങ്ങളിലും വെച്ച് പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നു. അപ്പോൾ ഓരോ വർണ്ണത്തിനും ഉണ്ടാകുന്ന ദിശാവ്യതിയാനത്തിന്റെ തോത് പ്രകാശവർണ്ണത്തിന്റെ തരംഗദൈർഘ്യം അനുസരിച്ച് വ്യത്യാസമായിരിക്കും. തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിന് കുറഞ്ഞ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റിന് എങ്ങനെയാണ്? കൂടിയ വ്യതിയാനമാണ്. മറ്റു വർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം ചുവപ്പിനും വയലറ്റിനും ഇടയിലായതിനാൽ ആനുപാതികമായ വ്യതിയാനം സംഭവിച്ച ചുവപ്പിനും വയലറ്റിനും ഇടയിലായിട്ടായിരിക്കും അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ സൺലൈറ്റ്, അതിന് പ്രത്യേകം ഓർക്കണ്ടോ. സൺലൈറ്റ് ഇവിടെ എന്താണ്? സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് ആണ് കേട്ടോ. സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ്. സൺലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റിൽ എന്തുണ്ട്? ഈ എല്ലാ കളേഴ്സും ഉണ്ട് ഇല്ല? എല്ലാ കളേഴ്സും ഉണ്ട്. അതെന്താണ്? സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ട് അത്
അതിന്റെ ഓരോരോ കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകാശ പ്രകീർണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയാലോ? അപ്പൊ അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഇനി എല്ലാ കളേഴ്സും ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന പ്രകാശനെ നമ്മൾ പറയുന്നത് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയും കേട്ടോ. കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം എന്നാണ് പറയുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ലൈറ്റ് കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഇസ് എ കോമ്പോസിറ്റ് ലൈറ്റ്. ലൈറ്റ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം കേട്ടോ. വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം. അപ്പൊ സൺലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു സമന്വിത പ്രകാശമാണ്, അല്ലെങ്കിൽ എന്താണ്, കോമ്പോസിറ്റ് ലൈറ്റ് ആണ്. സൺലൈറ്റിൽ എല്ലാ കളേഴ്സും ഉണ്ട്. സൺലൈറ്റ് ഫ്ലവേഴ്സിലേക്കൊക്കെ വന്ന് വീഴുന്നില്ലേ, സൺലൈറ്റ് ഫ്ലവേഴ്സിലേക്കൊക്കെ വന്ന് വീഴുവാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, അത് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ട് ഇത് സംഭവിക്കും, പല പല വർണ്ണങ്ങളായിട്ട് നമ്മൾ കാണുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യമേ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യമേ പിക്ചർ കണ്ടില്ലേ, വൈലൈറ്റ് ആണ് വന്ന് വീഴുന്നത്. വൈലൈറ്റ് വന്ന് വീഴുമ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ട് പോകും. ക്ലിയർ ആയല്ലോ? ഇനി ഈ സമന്വിത പ്രകാശം അല്ലെങ്കിൽ എന്താണ് വൈറ്റ് ലൈറ്റ്, അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്ന പ്രതിഭാസനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ കോമ്പോസിറ്റ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ്. അതായത് ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. മനസ്സിലായല്ലോ? അതായത് ഒരു ചിത്രത്തിൽ നോക്കിയാൽ സൺലൈറ്റ് അല്ലേ, സൺലൈറ്റ് ഇവിടെ ഒരു ഗ്ലാസ് ഇതിൽ വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡെൻസിറ്റി വ്യത്യാസം വന്നല്ലോ, വെള്ളത്തിലൂടെ കടന്നു പോയിട്ട് ഗ്ലാസ്സിലേക്ക് വന്ന് വീഴും. അത് സംഭവിക്കും, നേരെ പോകുന്നതിന് പകരം റിഫ്രാക്ഷൻ സംഭവിച്ചു പോകും ഇല്ല, എന്നിട്ട് എന്ത് ചെയ്യും, അത് നമുക്കിവിടെ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പം സൂര്യപ്രകാശം എന്താണ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സുകൾ, ഈ കളേഴ്സുകൾ എല്ലാം ചേർന്നാണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ നമ്മളിപ്പോ കണ്ടത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇപ്പൊ നമ്മൾ ആദ്യമേ കണ്ടതെന്നാണ് ഒരു ലേസർ ടോർച്ച് ഇല്ലേ. ലേസർ ടോർച്ച് നമ്മൾ ഉപയോഗിച്ചപ്പോ എന്താണ്, ഒറ്റ ഇതാണ്. ഇത് മിക്കപ്പോഴും വരയ്ക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ലേസർ ടോർച്ച് എന്ന് പറയും കേട്ടോ. ലേസർ ടോർച്ച് വരുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട് മിക്കപ്പോഴും. ഇപ്പൊ ലേസർ ടോർച്ച് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ. ഒറ്റ റേയുള്ള വരത്തുള്ളൂ. അതിന് പകരം എന്താണ്, ഒരു സൺലൈറ്റ് ഇവിടെ ഇങ്ങനെ തന്നിരിക്കും കേട്ടോ. സൺലൈറ്റ് തന്നിരിക്കും. കംപ്ലീറ്റ് ദ ഫിഗർ എന്ന് പറയും. സൺലൈറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, സൺലൈറ്റ് ആണെങ്കിൽ വന്ന് വീണ് നേരെ പോകുന്നതിന് പകരം നോർമലൊക്കെ വരയ്ക്കണം കേട്ടോ. നേരെ പോകുന്നതിന് പകരം എന്താണ്, അവിടെ സ്പ്ലിറ്റ് ചെയ്യും അല്ലെ, ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചിരിക്കും. സൺലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ. ലേസർ ടോർച്ച് ആണെന്ന് ഒറ്റ ലൈനേ ഉള്ളൂ. മിക്കവാറും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ലേസർ ടോർച്ച് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു ലൈനേ കാണത്തുള്ളൂ. സൺലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് പോയിരിക്കും. ഇവിടെ വയലറ്റും റെഡും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ വരയ്ക്കണം. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കപ്പോഴും കാണുന്നതാണ് ഈ പിക്ചർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ. ലേസർ ആണെങ്കിൽ പ്രത്യേകം ഓർത്തോണം, ഒറ്റ ഒരു ലൈനുള്ളൂ കാണത്തുള്ളൂ. സൺലൈറ്റ് ആണെങ്കിൽ അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വരയ്ക്കണം. പുറത്തോട്ട് പോകുമ്പോൾ വയലറ്റും റെഡും ഒക്കെ അടയാളപ്പെടുത്തിയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു സെക്ഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഏതാണ് പറഞ്ഞത്, വേവ് ലെങ്തും ഡീവിയേഷൻ തമ്മിലുള്ള റിലേഷൻ കേട്ടോ. വേവ് ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ഓർത്ത് വെച്ചാൽ വിപരീത അനുപാതത്തിൽ വേവ് ലെങ്ത് കുറയുവാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ അവിടെ കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ദിസ് ഇസ് എ ഇമ്പോർട്ടന്റ് ടോപ്പിക്, ദാറ്റ് ഈസ് എ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, ഡിസ്പേർഷൻ. അപ്പൊ ഓക്കെ ആണല്ലോ? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷൻ, ആ ഒരു ചിത്രം കേട്ടോ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇതെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ ലൈഫായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ. പിന്നെയും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമുക്ക് അവിടെയും ഡൗട്ടുകൾ ചോദിക്കാം. നോട്ട്സുകൾ കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ടെലിഗ്രാമിലൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനി എന്റെ ബാക്കി പാട്ടുകളൊക്കെയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ് കേട്ടോ. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.